ഹലോ ഗായ്സ്, നമുക്കൊരു വാട്ട ഈറ്റിനിടെ കണ്ടാലോ? രാവിലെ കഴിക്കാനായിട്ട് നല്ല പൂ പോലത്തെ അപ്പവും മുട്ടക്കറിയൊക്കെ ആയിരുന്നു. ഞാൻ രണ്ടപ്പവും കുറച്ച് മുട്ടക്കറിയൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അമ്മയാണ് ഉണ്ടാക്കിയത്. ഞാൻ ചേട്ടനോട് പറയുന്നത്, വാ ചേട്ടാ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന്. അങ്ങനെ മുട്ട തൊണ്ടേ കുടുങ്ങാതിരിക്കാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. ഉച്ചയ്ക്ക് പുറത്തു പോയിട്ട് വന്നുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കാൻ സമയമൊന്നും കിട്ടിയില്ലായിരുന്നു. നല്ല കുരുമുളകൊക്കെ ഇട്ട് വെച്ച ബീഫ് കറിയും കൂട്ടി നല്ല രീതിയിൽ ചോറ് കഴിച്ചു. വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഒരു ചായ നിർബന്ധമാണ്. അമ്മയാണെങ്കിൽ ഇവിടെ മൺകലത്തിൽ ചായ ഇടാൻ എക്സ്പേർട്ടാണ്. ഞാൻ എപ്പോൾ മൺകലത്തിൽ ചായ ഇട്ടാലും അത് തിളച്ച് തൂവി താഴെ പോകും. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. രാത്രിയാണെങ്കിൽ എൻ്റെ ഭർത്താവിന് ഒരു സ്വഭാവമുണ്ട്, എവിടുന്നെങ്കിലുമൊക്കെ മീനും കൊണ്ടുവന്നിട്ട് പറയും പെട്ടെന്ന് അത് കറിയാക്കിയോ പൊരിച്ചോ ഒക്കെ തരാം. അമ്മ പെട്ടെന്ന് തന്നെ ഈ മീൻ വൃത്തിയാക്കി തന്നു. ഞാൻ പെട്ടെന്ന് തന്നെ മസാലയൊക്കെ തേച്ചത് പൊരിക്കാനായിട്ടൊക്കെ വെച്ചു. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ചുമപ്പൻ കോര, പൊന്നാരൻ എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ മീനൊക്കെ പൊരിച്ച് സെറ്റാക്കി വെച്ചു. ഞാനും അമ്മ അച്ഛനും പൊതുവെ ഇവിടെ നേരത്തെ ഫുഡൊക്കെ കഴിക്കാറുണ്ട്. എന്നാൽ എൻ്റെ ഭർത്താവാണെങ്കിലോ പാരാത്രിക്കാണ് ഫുഡൊക്കെ കഴിക്കാറുള്ളത്. അങ്ങനെ തേങ്ങാപ്പാൽ വെച്ച കഞ്ഞിയും നല്ല പയറ് തോരനും നല്ല വറുത്ത മീനൊക്കെ ആയിട്ട് ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു. ഞാനും അച്ഛനും അമ്മയും നല്ല രീതിയിൽ ആസ്വദിച്ച് ഫുഡ് കഴിച്ചു കേട്ടോ. ഈ രാത്രി കാലങ്ങളിൽ കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണല്ലേ. അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ച് തന്നെ ഫുഡ് കഴിച്ചു. അമ്മയും കഴിച്ചുകൊണ്ടിരുന്നു. അച്ഛനാണെങ്കിൽ പിന്നെ എല്ലാ കറിയും ഒരുമിച്ച് കഞ്ഞിക്കകത്ത് തട്ടി പായസം പോലാണ് കഴിക്കുന്നത്. പിന്നിലെ പിള്ളേർ കാർട്ടൂൺ കാണുന്ന കണക്ക് ഫോൺ നോക്കി എപ്പോഴും ഫുഡ് കഴിക്കാറുള്ളൂ. അപ്പോൾ രാത്രി കഞ്ഞി കുടിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.